നമസ്കാരം. ഓരോ വ്യക്തിയുടെയും ജീവിതം വ്യത്യസ്തമാകുന്നു എന്ന് പറയാം. കാരണം അവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, മറ്റു പലരിൽ നിന്നും വിഭിന്നമായ കാര്യങ്ങളും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെയും പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അത്തരത്തിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും നിഗൂഢമാണ് എന്ന് തന്നെ പറയാം. ഇത്തരം കാര്യങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുവാൻ പലർക്കും സാധിക്കണം എന്നില്ല. എന്നാൽ തൊടുകുറി ശാസ്ത്രത്തിലൂടെ അത് സാധിക്കും എന്ന് പറയാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാം. അതിനായി ഏവരും തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ ചിത്രം സാക്ഷാൽ ഗണപതി സ്വാമിയുടെ ചിത്രമാണ്. വിഘ്നങ്ങൾ ഒഴിവാക്കി ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്ന ദേവൻ. രണ്ടാമത്തെ ദേവൻ സാക്ഷാൽ പരമശിവനാണ്. ദേവന്മാരുടെ ദേവൻ, ദേവന്മാർ പോലും ആരാധിക്കുന്ന സാക്ഷാൽ പരമശിവൻ. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം നമഃശിവായ എന്നോ അല്ലെങ്കിൽ ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രമോ അഥവാ നാമമോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇഷ്ടദേവത നാമമാണ് എങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കൂടാതെ തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ ഗണപതി സ്വാമിയെ തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാണ്. വിഘ്നേശ്വരനെ തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിലെ പല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറും എന്ന് തന്നെയാണ് ഫലം. ഉടനെ തന്നെ സംഭവിക്കണം എന്നില്ല. എന്നാൽ അനുകൂലമായ കാര്യങ്ങൾ ഈ സമയം സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. പല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായ അവസരമാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായ അവസ്ഥ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ഉണ്ടായിരുന്ന അകൽച്ച ഒഴിവാക്കുവാനും അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എപ്പോഴും പരാജയത്തെക്കുറിച്ചും പല നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കിയാൽ മാത്രമാണ് ഉയർച്ച നേടുവാൻ സാധിക്കൂ എന്ന കാര്യവും ഓർക്കുക. മറ്റുള്ളവർ നിങ്ങളെ പല രീതിയിൽ ആക്ഷേപിക്കുന്നു, പരിഹസിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും തളരാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ അത് തട്ടിത്തെറിച്ചു പോകുവാൻ ഇത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധ മാറ്റുന്നതിലൂടെ കാരണമാകും എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. അഭിമാനികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ ആരുടെയും മുൻപിൽ തലകുനിച്ച് നിൽക്കുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. സ്നേഹിച്ചാൽ അവർക്ക് വേണ്ടി എന്തും നൽകുവാൻ തയ്യാറാകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കഷ്ടതകൾ വളരെയധികം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും പല രീതിയിലുള്ള കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അനുഭവിക്കുന്നതായ എല്ലാ കഷ്ടതകളും ഒഴിയും എന്ന് പറയുന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും. അത് നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളായി പിന്നീട് ഭവിക്കും. അത്തരം കാര്യങ്ങൾ ഒഴിവാകുന്നതിലൂടെ ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും.
കൂടാതെ മറ്റുള്ളവരെ പോലെ പല കാര്യങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷം വരും. കൂടാതെ അവർ ചെയ്യുന്നതായ കാര്യങ്ങൾ അതേപോലെ ചെയ്യണം എന്ന് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുവാൻ പാടുള്ളതല്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു വഴി തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. ആ വഴിയിലൂടെ ഉയർച്ച നേടുവാൻ സാധിക്കും. മറ്റുള്ളവർ ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ പരാജയപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശത്രുക്കളുണ്ട്. ശത്രുദോഷം ജീവിതത്തിൽ പല രീതിയിലും ദോഷകരമായി ബാധിച്ചിരിക്കുന്നതായ അവസ്ഥയാണ് എന്ന് പറയാം. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. മറഞ്ഞിരിക്കുന്നതായ ശത്രുക്കളെ പോലും കൺമുൻപിൽ തെളിയുകയും വിഘ്നേശ്വരന്റെ കടാക്ഷത്താൽ വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യം ഓർക്കുക. ആർക്കും നിങ്ങളെ തകർക്കുവാൻ സാധിക്കാത്ത വിധം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും. തീർച്ചയായും നിങ്ങൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് കലഹിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങളുടെ പല സാധ്യതകൾക്കും മങ്ങലേൽപ്പിക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ അത്തരം അവസരങ്ങളിൽ തീർച്ചയായും നിങ്ങൾ അവിടെ നിന്നും ഒഴിവായി പോവുക. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ചില ശുഭകരമായ വാർത്തകൾ, ശുഭകരമായ അവസരങ്ങൾ, അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങളെ തേടി പല രീതിയിലുള്ള അവസരങ്ങൾ വന്നു ചേരുകയും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ അനുഭവിക്കുന്നതായ മനക്ലേശങ്ങൾക്കും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. അത്തരത്തിലുള്ള അവസരങ്ങളാണ് അല്ലെങ്കിൽ വഴിയാണ് ഭഗവാനായി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരിക. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ധൈര്യം, ആത്മവിശ്വാസം ഒരിക്കലും ചോർന്നു പോകുവാൻ പാടുള്ളതല്ല. അത് ഓർത്ത് മുന്നോട്ട് പോവുക. ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രം നിത്യവും ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ പരമശിവനെ, ദേവന്മാരുടെ ദേവനായ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളിൽ ഭഗവാന്റെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാന്റെ അനുഗ്രഹം പ്രകടമാവുക തന്നെ ചെയ്യും. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള തർക്കങ്ങൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നു. അത് വേണ്ടപ്പെട്ടവരോ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിലുള്ള തർക്കങ്ങൾ നിങ്ങളുടെ പല സാധ്യതകളും ഇല്ലാതാക്കുകയും മനസ്സിൽ ദുഃഖം നിറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ അത്തരത്തിലുള്ള തർക്കങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ഇത്തരം തർക്കങ്ങൾ സംഭവിക്കുന്നതായ സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ആ സമയം ബുദ്ധി ഉണരുകയും തീർച്ചയായും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് അത്ഭുതം എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അധികം സംസാരിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ. ചില അവസരങ്ങളിൽ ഇത്തരത്തിൽ നിങ്ങൾ അധികം സംസാരിക്കാറില്ല എന്ന് പറയാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ബുദ്ധി വൈഭവം ശിവ കടാക്ഷത്താൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. അഥവാ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരും. പലരും നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ പോലും നിങ്ങൾക്കുണ്ട്. എന്നാൽ അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും. ചില വ്യക്തികളെ, ചില ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും അവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനോ അകറ്റി നിർത്തുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. പല കാര്യങ്ങളിലും സമയം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ചില കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനും സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ
പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് നിൽക്കേണ്ടതായ അവസ്ഥ സംജാതമാകും. അവരുമായുള്ള തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. മനസ്സിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. പല വിഷമങ്ങളും മനസ്സിലുണ്ട്. എന്നാൽ അത്തരം വിഷമങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് എങ്കിൽ ഉയർച്ച നേടുവാൻ അല്ലെങ്കിൽ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ അത്തരം കാര്യങ്ങൾ തുറന്നു പറയുകയോ അല്ലെങ്കിൽ മനസ്സിൽ നിന്നും താൽക്കാലികമായി ഒഴിവാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്നേക്കുമായി ഒഴിവാക്കുന്നതിലൂടെ ജീവിതത്തിൽ അത് നേട്ടങ്ങൾക്ക്, സ്ഥിരമായുള്ള നേട്ടങ്ങൾക്ക് കാരണമായി തീരും. കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഏറ്റവും നല്ല രീതിയിൽ ഉയരണം എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. എന്നിരുന്നാൽ പോലും അത് ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. എന്നാൽ വന്നു ചേരുന്ന അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ തീർച്ചയായും അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. പുറമേ കാണിച്ചില്ല എങ്കിലും മനസ്സിലുള്ള ആ ദുഃഖങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സത്യസന്ധരാണ് എന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കും. കൂടാതെ നിങ്ങളുടെ കഴിവിൽ മറ്റുള്ളവർ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുകയും വളരെയധികം അഭിനന്ദിക്കുകയും അഥവാ പ്രശംസ നേടുവാൻ സാധിക്കുകയും ചെയ്യും. കഴിവുകൾ പ്രകാശിപ്പിക്കാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. പല രീതിയിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടോ അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യവുമായി ബന്ധപ്പെട്ടോ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളും കടന്നു. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. മറ്റുള്ളവർക്ക് നിങ്ങളെ പല അവസരങ്ങളിലും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അത് വേണ്ടപ്പെട്ടവർക്കാണ് എങ്കിൽ പോലും അതിന് സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായ സമയം വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനോ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കുവാനോ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും പരമശിവനെ ആരാധിക്കുകയും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ വന്നു ചേരുന്ന ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.